സ്നേഹമുള്ളവരെ, നാം വിയർപ്പ് തിരുനാളിൻ്റെ സന്തോഷം അനുഭവിക്കാൻ വേണ്ടി ഒരുമിച്ച് വന്നിരിക്കുകയാണല്ലോ. ഈസ്റ്ററിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞാൻ ഓർക്കുകയാണ്, ഞാൻ ഇടവകയിലെ വികാരിയായിരുന്ന അവസരത്തിൽ ഈസ്റ്ററിനോടനുബന്ധിച്ച് കല്ലറ ഉണ്ടാക്കുമായിരുന്നു. ചെറുപ്പക്കാർ കല്ലറയുണ്ടാക്കി അവിടെ നിന്നും ഈശോ കല്ലറയിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുന്നതായിട്ട്. രാത്രിയിൽ ഈസ്റ്ററിൻ്റെ തിരുക്കർമ്മങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് അതിനിടയിൽ ഈ കല്ലറ തുറക്കുന്നതായിട്ടുള്ള അനുഭവം. ഇപ്പോൾ കുട്ടികൾ അതിന് ചുറ്റുമുണ്ടായിരുന്നു. അടുത്തിരുന്ന കുട്ടികൾ ഈ കല്ലറയിലെ കല്ല് മാറ്റി പെട്ടെന്ന് ഈശോ അങ്ങ് പൊങ്ങി വന്നപ്പോഴത്തേക്കും കുട്ടികൾ ആർത്ത് വിളിക്കുകയാണ്, ഈശോ ഈശോ എന്ന് പറഞ്ഞു. ഈശോ ഉയർത്തെഴുന്നേറ്റ് വരുന്നതായിട്ട് അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല, അങ്ങനെ പെട്ടെന്ന് ഈശോ വരുന്നതായിട്ട്. എനിക്ക് വലിയ സന്തോഷമായി. അവർ കുട്ടികളിങ്ങനെ ഉച്ചത്തിൽ വിളിച്ചു പറയുകയാണ്, ഈശോ ഈശോ എന്ന് പറയുന്നു. അപ്പോൾ ഈശോ ഉത്ഥാനം ചെയ്ത് വന്നത് ആ കുട്ടികൾക്ക് വലിയ സന്തോഷമായി. ഇതുതന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ. ഈശോ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. നമ്മുടെ പ്രത്യാശ നൽകിക്കൊണ്ട് പെട്ടെന്ന് ഈശോ കടന്നു വരുമ്പോൾ ഏറെ സന്തോഷം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇന്നും ഈ പ്രത്യാശയും സന്തോഷവും നൽകിക്കൊണ്ടാണ് ഈശോയുടെ ഉത്ഥാനം നാം ആചരിക്കുന്നത്, ആഘോഷിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്കുണ്ടായ അതേ അനുഭവം നമുക്കുണ്ടാകണം. നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവ് കടന്നു വരുന്നു, സന്തോഷം നൽകിക്കൊണ്ട്, പ്രത്യാശ നൽകിക്കൊണ്ട്, സമാധാനം നൽകിക്കൊണ്ട് ആ വരുന്ന കർത്താവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാം. വിയർപ്പ് തിരുനാൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷത്തിൻ്റെ, പ്രത്യാശയുടെ സുദിനമാണ്. കാരണം കർത്താവിൻ്റെ ഉയർപ്പാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെയും ക്രൈസ്തവ ജീവിതത്തിൻ്റെയും അടിസ്ഥാനം. പൗലോസ്ലീഹ പറയുന്നത് പോലെ, ഈശോ ഉയർത്തെഴുന്നേറ്റില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ വിശ്വാസം വ്യർത്ഥമാകുമായിരുന്നു, നമ്മുടെ പ്രഘോഷണവും വ്യർത്ഥമാകുമായിരുന്നു. പക്ഷെ നമ്മുടെ വിശ്വാസവും പ്രഘോഷണവും വ്യർത്ഥമല്ല, അർത്ഥവത്താണ്, ഫലസമ്പുഷ്ടമാണ്. അതിൻ്റെ കാരണം ഈശോ സത്യമായും ഉയർത്തെഴുന്നേറ്റു. സഭയിലെ ഏറ്റവും വലിയ തിരുനാളാണ് ഈസ്റ്റർ, ഉയർപ്പ് തിരുനാൾ. അതിൻ്റെ കാരണം ഈശോ തൻ്റെ പരസ്യ ജീവിതത്തിന് ശേഷം മരിച്ച് ഉത്ഥാനം ചെയ്തു എന്നുള്ളത് ക്രൈസ്തവ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട്, അടിസ്ഥാനപരമായ കാര്യമായിട്ട് നാം വിശ്വസിക്കുകയാണ്. ഈശോ തൻ്റെ പരസ്യ ജീവിതകാലത്ത് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും കാരുണ്യവും ലോകത്തിന് വെളിപ്പെടുത്തി. തൻ്റെ ജീവിതത്തിലൂടെ, ശുശ്രൂഷയിലൂടെ അനേകരെ ദൈവസന്നിധിയിലേക്ക് ആനയിക്കുവാനായിട്ട് ഈശോയുടെ ജീവിതം ഉപകരിച്ചു. ഈശോ ഈ ലോകത്തിൽ നിന്നും പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്ന അവസരത്തിൽ എന്നും നമ്മോടൊപ്പം ആയിരിക്കുവാൻ വേണ്ടി വിശുദ്ധ കുർബാന സ്ഥാപിച്ചു. ഈശോയുടെ സജീവ സാന്നിധ്യം ഇന്ന് നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നുണ്ട്. ഞാൻ ഓർക്കരുത്, ഈശോയുടെ ഉയിർപ്പ് അനേകർക്ക് സന്തോഷവും പ്രത്യാശയും പ്രദാനം ചെയ്തു. ശിഷ്യന്മാർ ഈശോയുടെ മരണശേഷം ദുഃഖിതരായി, നിരാശരായി കഴിയുന്ന അവസരം, എമ്മാവൂസിലേക്ക് ഈ ശിഷ്യന്മാർ പോകുന്നതായിട്ട് നാം കാണുന്നുണ്ട്. അതിൻ്റെ കാരണം അവർക്ക് ജീവിതത്തിലുണ്ടായിരുന്ന പ്രത്യാശയും സന്തോഷമെല്ലാം നഷ്ടപ്പെട്ട് അവർ തിരികെ പോകുന്നതായിട്ടാണ് നാം കാണുന്നത്. അങ്ങനെയെങ്കിൽ നാം ചിന്തിക്കേണ്ടൊരു കാര്യം, ആ ശിഷ്യന്മാർ എമ്മാവൂസിലേക്ക് പോയ അവസരത്തിൽ ഉദ്ധിതനായ ഈശോ അവർക്ക് പ്രത്യക്ഷപ്പെട്ട് പ്രത്യാശയും സന്തോഷവും സമാധാനവും നൽകുന്നുണ്ട്. വീണ്ടും നാം കാണുന്നത് ശിഷ്യന്മാർ
പത്രോസിൻ്റെ കൂടെ മീൻ പിടിക്കാനായിട്ട് പോകുന്നുണ്ട്. ഈശോയുടെ മരണശേഷം എല്ലാം തീർന്നു, എല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ആ ശിഷ്യന്മാർ അവർ പിന്നീട് മീൻ പിടിക്കാനായിട്ട് തങ്ങളുടെ പഴയ ജീവിത രീതിയിലേക്ക് പോവുകയായിരുന്നു. എന്നാൽ ഈശോ അവർക്ക് പ്രത്യക്ഷപ്പെട്ട് പ്രത്യാശ നൽകി, സന്തോഷം നൽകി, സമാധാനം നൽകി. നാം ചിന്തിക്കേണ്ട കാര്യം, നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ, സഹനങ്ങൾ, നിരാശപ്പെടുത്തുന്ന സംഭവങ്ങൾ, ഒത്തിരിയേറെ അനുഭവങ്ങളുണ്ടാകാം. അപ്പോഴൊക്കെ നാം ദൈവത്തിൽ നിന്ന് അകന്നു പോകാതിരിക്കുവാനായിട്ട്, കർത്താവിന് സജീവ സാന്നിധ്യം അനുഭവിക്കുവാനായിട്ട് ഈ തിരുനാൾ നമ്മെ സഹായിക്കും. അതിൻ്റെ കാരണം, ഈ തിരുനാൾ പ്രത്യാശ നൽകുന്ന തിരുനാളാണ്, സന്തോഷം നൽകുന്ന തിരുനാളാണ്, സമാധാനം നൽകുന്ന തിരുനാളാണ്. ഈസ്റ്റർ ലോകത്തിന് മുഴുവൻ പ്രത്യാശ നൽകുന്നതാണ്, ലോകത്തിന് മുഴുവൻ സമാധാനം നൽകുന്നതാണ്. ഈശോ ഉത്ഥാനശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോഴൊക്കെ പറഞ്ഞിരുന്നത് നിങ്ങൾക്ക് സമാധാനമെന്നാണ്. ഇന്നും ഈ സമാധാനം നമുക്ക് നൽകുന്നുണ്ട്. നാം ആ സമാധാനം സ്വീകരിക്കുവാനായിട്ട്, അത് നമ്മൾ ഉൾക്കൊള്ളുവാനായിട്ട് പരിശ്രമിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ ഈ സമാധാനവും സന്തോഷവും പ്രത്യാശയും ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഈസ്റ്റർ ഉയർപ്പ് തിരുനാൾ ഏറെ അനുഗ്രഹപ്രദമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഏവർക്കും തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. വളരെ പ്രത്യേകിച്ച് സൺഡേ ഷാലോമിലെ പ്രേക്ഷകർക്ക് ഈസ്റ്ററിൻ്റെ മംഗളങ്ങൾ, സന്തോഷം, സമാധാനം, പ്രത്യാശ ഉണ്ടാകട്ടെ എന്ന്, ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളും നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. മഹിമയോടെ നാഥനുയർക്കുന്നു, മുറിവുകളാൽ മൂടിയ മേനീതാ